ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ സിംപ്ലി മൈ സ്റ്റൈൽ ദേവു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. നമുക്കിന്ന് നെയ്ച്ചോറും ചിക്കൻ വറ്റിച്ചതും ഉണ്ടാക്കി നോക്കാം. ചിക്കൻ വറ്റിച്ചതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് സവാള നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി അങ്ങ് മൂത്ത് വരട്ടെ. അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നല്ല കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇല അറിയുന്ന കറിവേപ്പിലി, മല്ലിച്ചപ്പ് നന്നായിട്ട് കുനുകുനാ അരിഞ്ഞതാട്ടോ ചേർക്കുന്നത്. അപ്പം നന്നായിട്ട് അരിക്ക് പിടിക്കും അതിൻ്റെ സ്വാദ്. ഇനി അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ഇത് എത്ര വെള്ളം ചേർക്കുന്നത് നന്നായി ഇങ്ങ് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെള്ളത്തോടല്ല, നന്നായിട്ട് പറ്റിച്ചാണ് വെക്കുന്നത്. നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വെന്തു നമുക്കത് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും നന്നായിട്ടങ്ങ് സെറ്റ് ആവട്ടെ. ഈ വെള്ളത്തിൽ ഇനി അതൊന്ന് വറ്റിയാൽ മതി, കാരണം നമ്മൾ ചിക്കൻ ഓൾറെഡി വെന്തതാണ്. അപ്പം ഇനി കൂടുതൽ വേവിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് രണ്ടും കൂടി സെറ്റ് ആവാൻ ഈ വെള്ളം മതി. ഇത് ചിക്കൻ്റെ വേവിച്ച വെള്ളം തന്നെയാട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. ആ വെള്ളത്തിൽ നന്നായിട്ട് അത് കുറുകി വറ്റി വരട്ടെ. അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങി കേട്ടോ. ചിക്കണിക്കൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായി പാകമാണോ എന്ന് നോക്കുക ഈ സമയത്ത്. പിന്നെ ഈ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പുറത്ത് പൊടിച്ച് പൊടി വാങ്ങുന്നേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ്, പാക്കറ്റ് പൊടിയേക്കാളും ടേസ്റ്റ് നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കണ പൊടിക്കാണ്. നമ്മൾ നന്നായി വറുത്തുണ്ടാക്കണ ആ പൊടിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതായത് ലാസ്റ്റ് നമ്മൾ അതും കൂടി ചേർത്ത് കുറച്ച് കുരുമുളക് നമ്മളൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച കാരണം എല്ലാം കൂടി മിക്സ് ചെയ്ത പൊടിയാണ്. അപ്പോൾ അത് പാകത്തിന് ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് നല്ല പാകം കറക്റ്റ് കുക്കായിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യും കൂടി തൂക്കി കൊടുത്തു. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ കൈമ റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ബസ്മതി എല്ലാം. അപ്പം നെയ്ച്ചോറ് നല്ല കറക്റ്റ് കുക്കാണ് കേട്ടോ, പാകത്തിന് വെന്തിട്ടുണ്ട്. അതിലേക്ക് വറ്റിച്ച് വെച്ച നമ്മൾ ചിക്കൻ കറി വെക്കാം. പിന്നെ ഒരു ഇത്തിരി അച്ചാറ്. നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ഉള്ളി നുറുക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അടിപൊളി ലഞ്ച് ഇതാണ് കേട്ടോ. ആക്ച്വലി ഇന്ന് ഞാനല്ല കുക്ക് ചെയ്തത്, അമ്മയാണ്. ഇന്ന് അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലാണ്, അപ്പോൾ അമ്മയാണ് കുക്ക് ചെയ്തത്. മോൾക്കൊക്കെ നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവൾ പറഞ്ഞത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.